ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിയാനംപറ്റ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. ഞാനും ചക്കരയും ഇഷു ബേബിയും അപ്പവും പപ്പവും കൂടിയാണ് പോണത്. ഇന്ന് സ്കൂളില്ലല്ലോ, ശനിയാഴ്ചയല്ലേ. അപ്പം ഞങ്ങളൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വൃശ്ചിക മാസമാണല്ലോ, അപ്പോൾ അപ്പവും പപ്പവും കൂടി വണ്ടിയൊക്കെ ഉന്തി കൊണ്ടുവന്ന് അതിൽ കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ കുറ്റിക്കോട് വരെ വണ്ടിയിൽ പോവുക, അത് കഴിഞ്ഞിട്ട് ബസ്സിന് പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ കുറ്റിക്കോട്ടേക്ക് വന്നത്. അത് കഴിഞ്ഞ് ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തി കൈയും കാലും ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുളത്തിൽ വന്നതാണ് കേട്ടോ. അപ്പവും പപ്പവും കുളത്തിൽ മീൻ കണ്ടിട്ട് അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കുളമല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് തൊഴുകലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അവിടെ പുട്ടും കടലക്കറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പോരുകയാണ് ചെയ്തത്. നല്ല സ്റ്റെപ്പുകളൊക്കെ കണ്ടോ, നിറയെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് വഴിയല്ല കേട്ടോ വന്നത്, വേറെ വഴി കൂടെ വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ സ്റ്റെപ്പ് കയറി പോകാമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചക്കരയ്ക്ക് ഭയങ്കര മടിയാണ് സ്റ്റെപ്പ് കയറാം കേട്ടോ. എനിക്ക് വയ്യ സ്റ്റെപ്പ് കയറാൻ പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും സ്റ്റെപ്പ് കയറിയിട്ടേ പോവുക പറഞ്ഞിട്ടായിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇഷു ബേബി ഓടി കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നുമില്ല, ഞങ്ങൾ പെട്ടെന്ന് കയറി തീർത്തു. പക്ഷേ ചക്കര മെല്ലെ മെല്ലെ കയറണം. അവൾക്ക് കുറച്ച് കയറിയപ്പോഴേക്ക് തന്നെ ആകെ ക്ഷീണിച്ചു കേട്ടോ. ഇഷു ബേബി ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് കയറി. അവനെടുത്തിട്ടൊന്നുമില്ല, ആരും എടുത്തില്ല. അവൻ ഫുള്ള് സ്റ്റെപ്പ് അവൻ നടന്ന് തന്നെ കയറി കേട്ടോ. അപ്പം പപ്പൊക്കെ മുന്നിലെത്തിയിറക്കണം കേട്ടോ. അവർ ഓടി കയറി, കംപ്ലീറ്റ് സ്റ്റെപ്പ് ഓടി കയറി അവിടെ ഇരിക്കുകയാണ്. ഇനി ഇതാ രണ്ടാളും കൂടി ഇഷു ബേബീനെ പിടിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അടുത്തൊന്നും ഈ അമ്പലത്തിൽ ഇതുവരെ വന്നിട്ടില്ല, പരിയാനംപറ്റക്കാവിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഒറ്റ വന്നതാണ്, പിന്നെ ഇതാ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. പക്ഷേ അപ്പവും പപ്പവും വന്നിട്ടുണ്ട്, അവരെ വല്യച്ഛൻ്റെ കൂടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു കഴിഞ്ഞ വർഷം അങ്ങനെ എന്തോ വന്നിട്ടുണ്ട്. അവർക്കായിരുന്നു കൂടുതൽ ഞങ്ങളെയൊക്കെ പരിചയം. സാധാരണ ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ അമ്പലത്തിലൊക്കെ പോകാറുള്ളത്. വൃശ്ചിക മാസമായി അച്ഛനും അമ്മയും ഞാനും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോവുക. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ അമ്പലങ്ങളിലൊന്നും പോവാറില്ല. അച്ഛൻ പിന്നെ അമ്മയ്ക്കൊരാൾ വീട്ടിൽ തുണവാണല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി പോന്നപ്പോൾ പിന്നെ വീട്ടിൽ പിന്നെ അമ്മ ഒറ്റയ്ക്കാവില്ല, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എല്ലാത്തിനും പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൂട്ടിനിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്താറായി. ഇതാണ്ടോ അത്രയും താഴെയാണ് അമ്പലം കിടക്കുന്നത്. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് വഴിയിലുണ്ട് ഒരു ആട്ടുംകുട്ടി നിൽക്കണം. ആട്ടുംകുട്ടി കണ്ടപ്പോൾ ഇഷു ബേബിക്ക് അതിനെ തൊടണം. കുറേ അതിൻ്റെ അടുത്തേക്ക് പോയി അതിനെ തൊടാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പു വന്ന് അതിനെ തൊട്ടപ്പോൾ പിന്നെ എന്തായാലും അതിനെ തൊട്ടേ പറ്റുള്ളൂ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് പിടിച്ചു പോന്നപ്പോൾ അവൻ കരഞ്ഞു കേട്ടോ. കരച്ചിലൊക്കെ മാറ്റി വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വഴിയൊക്കെ ഒന്ന് തെറ്റിയിട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി അറിയില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോ വിളിച്ച് പോയി, ഇങ്ങോട്ട് വരുമ്പോൾ നടന്നു വന്നതുകൊണ്ട് വഴി തെറ്റി. പിന്നെ അങ്ങോട്ട് ശരിയായി. അങ്ങനെ ഞങ്ങളൊക്കെ പോകുന്നു. ചെർപ്പളശ്ശേരി എത്തി. ചെർപ്പളശ്ശേരിയിൽ നിന്ന് അപ്പൂനും പപ്പൂനും ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അവരെ പിറന്നാളാവാറായി. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളൊരു അപ്പൂനും പപ്പൂനും ഷേക്ക് വേണം പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ആ ചക്കര ചായ ഞാനൊരു ലെയിമും അപ്പൂനും പപ്പൂനും ഓരോ ഷേക്കും ഇഷുവിനൊരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.